വോട്ടെടുപ്പ് കഴിഞ്ഞ് 4ാം ദിനവും അന്തിമ പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടില്ല. കണക്ക് പുറത്തുവിടേണ്ടത് കേന്ദ്ര കമ്മീഷനാണെന്ന് പറഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ കൈകഴുകി. കണക്കുകൾ കമ്മീഷൻ ഉടൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. പോളിംഗ് ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്തവരുടെ കണക്കുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഹോം വോട്ടുകൾ, പോസ്റ്റൽ ബാലറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള അന്തിമ കണക്കാണ് ലഭ്യമാകാനുള്ളത്. ഇതുകാരണം ആകെ പോൾ ചെയ്തവരുടെ എണ്ണം മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കുന്നതോടെ കണക്ക് പുറത്തുവിടുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. സാധാരണഗതിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാനത്താണ് 4 ദിവസമായി കണക്കുകൾ വൈകുന്നത്. വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ രാഷ്ട്രീയ പാർട്ടികളും അന്തിമ കണക്കിനായി കാത്തിരിക്കുകയാണ്. കണക്ക് പുറത്തുവിടാത്തതിൽ ദുരൂഹത സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇവിടെ ഇപ്പോൾ ആ അന്തിമ വോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിൽ ദുരൂഹത ആരെങ്കിലും ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയുന്നതിന് വേണ്ടിയും കഴിയില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ തന്നെ ഈ അന്തിമ കണക്ക് വെച്ചാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. പോളിംഗ് ശതമാനവും പോസ്റ്റൽ വോട്ടിംഗ് നില സംബന്ധിച്ച കണക്കുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതേസമയം ചില ജില്ലകളിൽ ഇൻഫർമേഷൻ വകുപ്പ് വഴി വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പോളിംഗ് ദിവസം ബൂത്തിലെത്തിയവരുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്താകെ 78.27% പേർ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 75% മുകളിലായിരുന്നു ആകെ പോളിംഗ്. മീഡിയ 1 തിരുവനന്തപുരം.